വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതാകുന്ന വിനായക വിശാരദന്മാർ. വിവാദം മലയാളിയുടെ ദേശീയോത്സവമാണ്. വർഷം മുതൽ വർഷം വരെ തുടരുന്ന വിവാദങ്ങളെ വളർത്തേണ്ടത് ചാനലുകളുടെയും യൂട്യൂബേഴ്സിന്റെയും സോഷ്യൽ മീഡിയയുടെയും അലിഖിതമായ ഡ്യൂട്ടിയാണ്. സലീം കുമാർ പറഞ്ഞ പോലെ ഹായ് ഗായ്സ്, ചായ കുടിച്ചോ ഗൈസ് എന്നൊക്കെ ചോദിക്കാനല്ലാതെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ് തങ്ങളെന്ന ഉള്ളിയമ്പും ഉള്ളിൽ പേര് നടക്കുന്നവരാണ് പുതിയ തലമുറ. സോഷ്യൽ മീഡിയയിൽ അലിഞ്ഞോസ് പെരേരയും ആറാട്ടണ്ണനും ബോച്ചയും ഡബറേലിയണ്ണനുമൊക്കെ അഴിഞ്ഞാടി ലൈക്കും കമന്റും വാരിക്കൂട്ടുമ്പോൾ മലയാള സിനിമയിലത് ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും വിനായകനുമൊക്കെ ലഹരിയുടെ നിലയില്ലാ കയത്തിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മൂലമാണ്. വിനായകൻ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെല്ലാം തന്റെ നിറവും ജാതിയും കൂട്ടുപിടിക്കുമ്പോൾ അപഹാസ്യമാകുന്നത് അയാൾ പ്രതിനിധീകരിക്കുന്ന സ്വത്വം പേരുന്ന ജനസമൂഹമാണ്. ലഹരി ലാസ്യത്തിൽ വിനായകൻ വെളിവില്ലാത്ത വെല്ലുവിളികൾ നടത്തുന്നത് ഇതാദ്യമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ നഗ്നതാ പ്രദർശനം സകല സീമകളും ലംഘിക്കുന്നതായിരുന്നു. തന്നെ മെരുക്കാൻ തനിക്കാവുന്നില്ലെന്നും കേരള ജനത മാപ്പ് നൽകണമെന്നൊക്കെ ബോധത്തിൽ പേർത്തും പറയുമ്പോഴും രണ്ട് ലഹരി നൽകുന്ന തിളപ്പിൽ വിനായകൻ വീണ്ടും വെളിവും വിനയവുമില്ലാത്ത വെറും മനുഷ്യനായി മാറും. അരാജകവാദിയായ അയ്യപ്പനെ പോലെ പി കുഞ്ഞിരാമന്മാരെ പോലെയൊക്കെ കലാകാരന്മാർ നമുക്കുണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ എന്ത് ഹിറ്റ് കിട്ടുമെന്ന് ഗവേഷണം നടത്തുന്നവർക്കിടയിൽ അരാജകവാദിയായി ജീവിക്കുക എന്നത് ഇമ്മണി കഠിനം തന്നെയാണ് എന്റെ പൊന്നു വിനായക.